നമസ്കാരം. നമ്മുടെയൊക്കെ ഒരുപ്പെട്ട ആളുകളുടെയൊക്കെ ചിന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമാകുന്ന സമയത്ത് മറ്റാരുടെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് സ്വസ്ഥമായിട്ട് കഴിയാനുള്ള ഒരു സാമ്പത്തികമായ ഒരു വരുമാനം നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു റിട്ടേൺ നമുക്ക് കിട്ടണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരാണ്. പൊതുവെ എല്ലാവരും അങ്ങനെ ഒരു ചിന്താഗതി പോകുന്ന ആൾക്കാരാണ് പൊതുവെയുള്ള ആൾക്കാരെല്ലാം. പക്ഷേല് പല ആൾക്കാരിലും കാണുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ കഷ്ടപ്പെടാൻ ആർക്കും വയ്യ. എങ്ങനെ കഷ്ടപ്പെടാതെ കാശുണ്ടാക്കാം എന്നിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ റിട്ടേൺ വരണം, അത് ആ റിട്ടേണിൽ സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു സമയം ഈ പറയുന്ന എല്ലാ വ്യക്തികളും നല്ലപോലെ കഷ്ടതുകൊണ്ടാണ്, നന്നായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ കാശുള്ളത്. ചുരുക്കം ചില ആൾക്കാരിൽ കഷ്ടപ്പെടാതെയും ഈ ഷോർട്ട് കട്ടിൽ കൂടെ പൈസ ഉണ്ടാക്കിയവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരിചയപ്പെട്ട ഒരു രാജസ്ഥാനിയെ പറ്റിയാണ്. ഈ പയ്യന് എന്നോട്, ഞാൻ നേരത്തെ ജോലി ചെയ്ത കമ്പനിയിൽ ഒരു ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്ത പയ്യനാണ്. വല്ലവൻ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളെപ്പോഴും കളിയാക്കി പറയും വല്ലവനും പുല്ലും ആയുധമെന്ന്. ഒരു വളരെ മെലിഞ്ഞൊരു പയ്യനാണ്. ഇപ്പം നമ്മൾ വല്ലവനോട് പറയണം, വല്ലവ അതുകൊണ്ട് ഇന്ന സംഭവം ചെയ്യണം, ഓക്കെ സാബ്ജി എന്ന് പറയും. അവനൊരിക്കൽ പോലും അവൻ്റെ ജീവിതത്തിൽ അത് സാബ്ജി അത് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് സാർ അത് ചെയ്യാൻ പാടാന്ന് ഒരിക്കലും പറയത്തില്ല. എന്ത് ജോലി വേണമെങ്കിലും പറഞ്ഞോട്ട്. ഇനിയിപ്പോൾ ഒരു ട്രെയിനിനകത്തോട് കയറി പോകേണ്ട ഒരു കാര്യമാണോ അവൻ ചെയ്യും. അല്ല ഇനി വലിയ ഡക്റ്റിനകത്തോട് കയറി പോകേണ്ട കാര്യമാണോ, നമ്മൾ പറയുന്ന സ്ഥലത്ത് അവൻ ആ വർക്ക് ഫിനിഷ് ചെയ്ത് തരും. ഒരു 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 എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഒരു രീതിയിലും പറയത്തില്ല. ഇനി നമ്മൾ രാവിലെ ജോലിക്ക് വരണമെന്ന് പറഞ്ഞാലും 6 മണിയെന്ന് പറഞ്ഞാൽ 6 മണി, 4 മണി പറഞ്ഞാൽ 4 മണി. ഇന്ന് ജോലി ചെയ്തിട്ട് നാളെ കൂടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ സാർ ഓവർ ടൈം കിട്ടുമെന്ന് ചോദിക്കും. ഓവർ ടൈം കിട്ടും, ജോലി ചെയ്യും. ഒരു മടിയോ, ഞാൻ പറഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ഒരാളെ പറ്റിയല്ല പറയുന്നത്, 1-2 ആൾക്കാർ, അവരുടെ കൂട്ടത്തിൽ 1-2 ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ ഒരു മടി ജോലിക്ക് പറയത്തില്ല. ഇത് മാത്രവുമല്ല, ഈ കിട്ടുന്ന കാശ് അവരെങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അവർ ഈ പറയുന്ന വലിയ ആർഭാടകരമായ ജീവിതമോ ഇതൊന്നുമില്ല. ഇപ്പോഴാണല്ലോ നമുക്കിപ്പോൾ വാട്സപ്പും വൈബറും ഫേസ്ബുക്കും ഒക്കെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ വന്നത്. അതിനു മുമ്പ് നമ്മൾ നാട്ടിലോട്ട് വിളിക്കുന്നതൊക്കെ ചിലപ്പോൾ ഈ നെറ്റ് കോളിംഗ് ഒക്കെയാണ്. ഇവൻ്റെ കയ്യിൽ ഒരു മിനിമം ഒരു 10, 300, 400 ആൾക്കാർക്കുള്ള ഈ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതിൽ നിന്ന് എങ്ങനെ പോയാൽ ഇവർ മാസം ഒരു നല്ലൊരു പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പല 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 പരിപാടികൾ, അതായത് ജോലി കഴിഞ്ഞ് പിന്നീടുള്ള സമയത്ത് പല പരിപാടികളും ചെയ്തു കൊടുത്ത് എല്ലാ കാര്യങ്ങൾക്കും അതൊന്നും പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവനെ ഈ പയ്യൻ ഒരു ഭയങ്കര വിഷനുള്ളൊരു പയ്യനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ, ഒരിക്കലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, സാർ ഈ സോളാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്ര വാട്ട്സ് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രയും നമ്മൾ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇവനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇവനോട് ചോദിക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് നാട്ടിലൊരു സ്കൂളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലൊരു സ്കൂളായിരിക്കും, ആ സ്കൂളിൽ സോളാർ വെക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ വല്ല ഇവരോട് ചോദിച്ചായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പം പറഞ്ഞു, അല്ല, ഈ സ്കൂള് എൻ്റെ സ്കൂളാണ്. അവന് രാജസ്ഥാനിൽ ഈ പറയുന്ന ഒരു സ്കൂളുണ്ട്. അവിടെ 10, 400, 500 കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. കാരണം ഇവൻ്റെ ഭാര്യ നല്ല പഠിത്തമുള്ള സ്ത്രീയാണ്, ഇവൻ്റെ സഹോദരൻ്റെ ഭാര്യ നല്ല പഠിത്തമുള്ള സ്ത്രീയാണ്. അപ്പം ഇവന് ഈ പറയുന്ന ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിട്ട്, അല്ലെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പയ്യനാണ്. അപ്പോൾ അവൻ അവിടെ ജോലി ചെയ്യുന്ന അപ്പനുണ്ട്, ഭാര്യയും, 2 പേരുടെ സഹോദരൻ്റെയും ഇവൻ്റെയും ഭാര്യമാരോട് ജോലി ചെയ്യുന്നുണ്ട്, വേറെ ടീച്ചേഴ്സുണ്ട്, പണിയുന്നുണ്ട്. ആ സ്കൂൾ മുഴുവൻ നിങ്ങൾ ഓർക്കണം, എനിക്ക് തോന്നുന്നൊരു 18-19 കാലഘട്ടത്തിൽ ആ സ്കൂൾ മുഴുവൻ അവൻ സോളാർ വെച്ച് ആ സോളാർ റൺ ചെയ്യിപ്പിക്കുകയാണ്. കറണ്ട് സേവ് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വിഷനിൽ ഞാനപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് നാട്ടിൽ പോയി അവിടെ നിന്നാൽ പോരെ? അപ്പോൾ എന്നോട് പറഞ്ഞു, സാബ്ജി ഞാനൊരു 5-6 വർഷം കൂടെ മാക്സിമം ഇവിടെ നിൽക്കത്തുള്ളൂ, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, എന്നിട്ട് ഞാൻ റിട്ടയർഡായി പോവുക, ഇവിടെ നിന്ന് ഗൾഫിൽ നിന്ന് വിട്ടു പോവുകയാണ്. അപ്പം ആ സമയം കൊണ്ട് ഞാൻ നാട്ടിൽ, അപ്പം അവനും അവൻ്റെ ബ്രദറും ഉണ്ട് ഗൾഫിൽ. ആ സമയത്ത് ഞങ്ങൾ മാക്സിമം പൈസ ഉണ്ടാക്കുക, സ്കൂളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, 450-500 പിള്ളേരോളം പഠിക്കുന്നുണ്ട് ആ സ്കൂളിൽ. അപ്പോൾ അവൻ പറയുന്ന അവൻ്റെ ആ ഒരു പ്രദേശത്ത് എങ്ങും ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ട് അവർ സ്കൂൾ പണിതാണ്, കെട്ടിടം പണിത് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് സബ്സിഡി ഒക്കെ കിട്ടുന്നുണ്ട്, ഞങ്ങൾ പണിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഭയങ്കര വിഷനാണ്. ആ വിഷനിൽ അവർ ഒരുവിധമായ മാക്സിമം കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ അച്ചീവ് ചെയ്യാൻ ഇവന് പൈസ എങ്ങനെ ഉണ്ടാകുന്നു? ഇത് സാധാരണ ഒരു ടെക്നീഷ്യനാണ്, വലിയ ശമ്പളമൊന്നുമില്ല, പക്ഷേ അവൻ ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു ആൾക്ക് പോലും, സീനിയറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരാൾക്ക് പോലും ഈ പയ്യനെ പറ്റി ഒരു പരാതിയില്ല. എന്ത് പണി പറഞ്ഞാലും അവൻ ചെയ്യും, കാരണം അവനൊരു എതിർപ്പൊന്നുമില്ല. പിന്നെ അവന് പണിയുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ ഇന്നത്തെ ഒരു തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു പണി പറയുമ്പോഴേ ഇതിന് ഉടക്കാൻ പറയും. അയ്യോ അത് പറ്റില്ല, ഇത് പറ്റില്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളെവിടെ എത്തുന്നു എന്ന് ചിന്തിച്ചോണം. നമ്മളുടെ ആൾക്കാർ ഇപ്പം നമ്മൾ കളിയാക്കി പറയും നാട്ടിൽ വീണ്ടും ബംഗാളികളാണ്.
ബംഗാളികൾ ആണ് ശരി, അവരുടെ ബുദ്ധിമുട്ടിൽ അവർ വരുന്നെങ്കിലും ബംഗാളികൾ എന്തുകൊണ്ട് പണി ഏറ്റെടുക്കുന്നു? നമ്മുടെ പല ആൾക്കാർക്കും ഇല്ലാത്തൊരു കുഴപ്പം അല്ല, ഇല്ലാത്തൊരു പ്രശ്നമാണ്. എന്ത് കാര്യം നമുക്ക് ജീവിതത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമില്ല. ഏത് സാധനവും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കത് വൺ ബൈ വൺ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാർക്കും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. ഞാൻ ഈ ഒരു പയ്യൻ്റെ ഒരു ഉദാഹരണം എന്നെ അതിശയിപ്പിച്ചൊരു സംഭവമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.